ദ വൈറ്റ് പേപ്പറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ലെൻഡിങ് ഓഫ് ഫണ്ട്സ് ആണ്. അപ്പൊ നമ്മൾ ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത് എന്തൊക്കെയായിരുന്നു? ബാങ്കിന്റെ ഫങ്ഷൻസിനെ കുറിച്ചായിരുന്നു. പ്രൈമറി ഫങ്ഷൻസ് ആണ് അല്ലെ? അതിൽ അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് എടുത്തു കഴിഞ്ഞു. ഇനി ബാങ്കിന്റെ ഫംഗ്ഷനിൽ അടുത്ത വരുന്ന എന്താണ്? ലെൻഡിങ് ഓഫ് ഫണ്ട്സ് ആണ്. അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റിൽ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബാങ്ക് അക്കൗണ്ടുകളെ കുറിച്ച് പഠിച്ചു. അതിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ്, കറന്റ് ഡെപ്പോസിറ്റ്, സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ്, അങ്ങനെ കുറച്ച് ഡെപ്പോസിറ്റ് അക്കൗണ്ടുകൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് എടുത്തു തന്നിട്ടുള്ളത്. ഇനി അടുത്തത് ലെൻഡിങ് ഓഫ് ഫണ്ട്സ് ആണ്. അപ്പൊ അത് കാണാത്തവർ അത് കണ്ടിട്ട് എന്ത് ചെയ്യുക, ഈ ക്ലാസ് കാണുക കേട്ടോ. അപ്പൊ ലെൻഡിങ് ഓഫ് ഫണ്ട്സിൽ എന്തൊക്കെയാ വരുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ. After keeping certain percentage of deposits as cash reserve, the balance is given as loans and advances. Commercial banks give loan and advances to the needy person against the personal security of borrowers or on the security of movable or immovable properties. എന്താ പറയുന്നത്? ബാങ്ക് എങ്ങനെയാ ലോൺ കൊടുക്കുക? ബാങ്ക് ലോൺ കൊടുക്കുന്നത് ആദ്യം എന്ത് ചെയ്യുക, അവർ മൊത്തം എമൗണ്ട് ഡെപ്പോസിറ്റ് കിട്ടി എന്താ ചെയ്യുന്നത്? ഡെപ്പോസിറ്റ് കിട്ടിയ ആ മൊത്തം എമൗണ്ട് എടുത്ത് ലോണായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്? അല്ല, നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് റിസർവിലേക്ക് ഒരു സർട്ടൻ പെർസെൻറ്റേജ് മാറ്റി വെച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ലോൺ കൊടുക്കാൻ പാടുള്ളൂ. എന്തെങ്കിലും ഒരു അർജന്റ് സിറ്റുവേഷൻ വന്നിട്ടുണ്ട്, എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് മാറ്റി വെച്ചിരിക്കുന്നത്? ക്യാഷ് റിസർവ് മാറ്റി വെച്ചിരിക്കുന്നത് അല്ലെ? അപ്പൊ ക്യാഷ് റിസർവ് കുറച്ച് മാറ്റി വെച്ചതിന് ശേഷം ഒരു സർട്ടൻ പെർസെൻറ്റേജ്, അതിനൊക്കെ ഒരു പെർസെൻറ്റേജ് ഉണ്ട്. ആ പെർസെൻറ്റേജ് ഇപ്പൊ നമ്മൾ പഠിക്കും. അപ്പൊ അങ്ങനെ സർട്ടൻ പെർസെൻറ്റേജ് മാറ്റി വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ലോണും അഡ്വാൻസും ഒക്കെ കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. കൊമേഴ്ഷ്യൽ ബാങ്കുകൾ എന്താ ചെയ്യുന്നത്? ആവശ്യമുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നു? ലോൺ കൊടുക്കുന്നു അല്ലെ? നീഡി പേഴ്സൺസിന്. എങ്ങനെയാ ലോൺ കൊടുക്കുന്നത്? എന്തെങ്കിലും ഒരു സെക്യൂരിറ്റി വെച്ചാൽ മാത്രമേ അവർ ലോൺ കൊടുക്കുള്ളൂ. ഒന്നെങ്കിൽ മൂവബിൾ ആയിട്ടുള്ളയോ അല്ലെങ്കിൽ ഇമ്മൂവബിൾ ആയിട്ടുള്ളയോ എന്തെങ്കിലും ഒരു സെക്യൂരിറ്റി, ഭൂമി, നമ്മൾ സ്ഥലമൊക്കെ കൊടുക്കില്ലേ? എന്താ പറയാ, സെക്യൂരിറ്റി ആയിട്ട് വെക്കില്ലേ ലോണിന്? അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ മൂവബിൾ ആയിട്ടുള്ള ഇമ്മൂവബിൾ ആയിട്ടുള്ള എന്തെങ്കിലും പ്രോപ്പർട്ടീസ് വെച്ചിട്ട് എന്ത് ചെയ്യുക? ലോൺ കൊടുക്കുക. ലോൺ കൊടുക്കും എന്നാണ് പറയുന്നത് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ കേട്ടോ. അപ്പം ലോൺ മേ ബി ഡിമാൻഡ് ലോൺ ഓർ എ ടേം ലോൺ. ലോണ് രണ്ട് തരമുണ്ട്. ഡിമാൻഡ് ലോണും ഉണ്ട്, ടേം ലോണും ഉണ്ട്. ഡിമാൻഡ് ലോൺ എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ അവർ ഡിമാൻഡ് ചെയ്യുന്നത് അപ്പോഴായിരിക്കും പേ ചെയ്ത് കൊടുക്കുക. ഇനി ടേം ലോൺ ആണെങ്കിലോ? ടേം ലോൺ എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫൈഡ് പീരിയഡിലേക്ക്, ഒന്നെങ്കിൽ മീഡിയം ടേം ആയിരിക്കാം അല്ലെങ്കിൽ ലോങ് ടേം ആയിരിക്കാം അല്ലെ? അപ്പം നമുക്ക് നോക്കാം. ഡിമാൻഡ് ലോൺ ഈസ് പേയബിൾ ഓൺ ഡിമാൻഡ്. ഡിമാൻഡിനനുസരിച്ചായിരിക്കും കൊടുക്കുക. It is for a short period and usually granted to meet working capital needs of the borrower. അത് ഓർത്തിരിക്കുക. ഡിമാൻഡ് ലോൺ എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ നീഡ്സ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഡിമാൻഡ് ലോൺ എന്ന് പറയുന്നത്. ഇനി ടേം ലോൺ മേ ബി മീഡിയം ടേം ഓർ ലോങ് ടേം. ടേം ലോൺ എന്ന് പറയുന്നത് രണ്ട് തരം ഉണ്ട്. ഒന്നെങ്കിൽ മീഡിയം ടേം ആവാം, അല്ലെങ്കിൽ എന്താണ്, ലോങ് ടേം ആവാം അല്ലെ? ഇനി മീഡിയം ടേം ലോൺ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ലോൺസ് ആർ ഗ്രാൻറ്റഡ് ഫോർ ദ പർപ്പസ് ഓഫ് പർച്ചേസ് ഓഫ് വെഹിക്കിൾ, ട്രാക്ടേഴ്സ്, ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്. ഇതിനു വേണ്ടിയാ വാഹനം വാങ്ങുന്നതിന് അല്ലെങ്കിൽ ടൂൾസ് എക്യുപ്മെന്റ് ഒക്കെ വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് മീഡിയം ടൈം ലോൺ യൂസ് ചെയ്യുക. അതിനേക്കാളും കുറച്ചുകൂടെ വലിയ ആവശ്യങ്ങളാണ് എന്തിൽ യൂസ് ചെയ്യും? ലോങ് ടൈം ലോൺ അല്ലെ? ലോങ് ടൈം ലോൺ ആർ ഗ്രാൻറ്റഡ് ഫോർ മീറ്റിംഗ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. മറ്റടുത്ത് നമ്മൾ പഠിച്ചെന്താ? വർക്കിംഗ് ക്യാപിറ്റൽ നീഡ്സ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഡിമാൻഡ് ലോൺ യൂസ് ചെയ്യുക അല്ലെ? ഇനി ഇവിടെ എന്താ പറയുന്നത്? എന്താ ലോങ് ടൈം ലോൺ യൂസ് ചെയ്യുക ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ലോങ് ടൈം ലോൺ മീറ്റ് ചെയ്യാന്നാണ് പറയുന്നത്. ഇനി നീഡ്സ് സച്ച് ആസ് പർച്ചേസ് ഓഫ് ലാൻഡ്, കൺസ്ട്രക്ഷൻ ഓഫ് ഫാക്ടറി ബിൽഡിംഗ്, പർച്ചേസ് ഓഫ് ന്യൂ മെഷീനറി ആൻഡ് മോഡേണൈസേഷൻ ഓഫ് പ്ലാന്റ്. അപ്പം എന്തിനൊക്കെ വേണ്ടിയാ? ഒരു ഫാക്ടറി ബിൽഡിംഗ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു ലാൻഡ് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു ന്യൂ മെഷീനറി പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ലോങ് ടൈം ലോൺ യൂസ് ചെയ്യുക കേട്ടോ. അപ്പം ഡിമാൻഡ് ലോൺ ഉണ്ട്, ടൈം ലോൺ ഉണ്ട് അല്ലെ? അതിൽ ടൈം ലോൺ എന്ന് പറയുന്നത് രണ്ട് തരമുണ്ട്. മീഡിയം ടൈം ലോണും ഉണ്ട്, ലോങ് ടൈം ലോണും ഉണ്ട് അല്ലെ? ഇനി അടുത്തത് ടൈം ലോൺ എന്താന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ടൈം ലോൺ ആർ ലോൺസ് guaranteed by the banks for a specific period on the basis of tangible security. എന്താ പറയുന്നത്? ടേം ലോണ് എന്ന് പറയുന്നതിൽ തന്നെ ഉണ്ട് ഒരു ടേമിലേക്കുള്ളതായിരിക്കും, ഒരു സ്പെസിഫിക് പീരിയഡിലേക്കുള്ളതായിരിക്കും ടേം ലോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇവർ ലോൺ കൊടുക്കുന്നത്?
ഒരു ടാഞ്ചിബിൾ സെക്യൂരിറ്റീനെ ബേസ് ചെയ്തിട്ടായിരിക്കും. എന്തെങ്കിലും ഒരു സെക്യൂരിറ്റി വെച്ചാൽ മാത്രമേ ലോൺ കൊടുക്കുള്ളൂ. അപ്പം ഒരു ടാഞ്ചിബിൾ സെക്യൂരിറ്റീനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇവര് ലോൺ കൊടുക്കുക. ഒരു സ്പെസിഫൈഡ് പീരിയഡിലേക്ക് വേണ്ടിയിട്ടായിരിക്കും ലോൺ കൊടുക്കുക. ഓക്കെ. ഇൻട്രസ്റ്റ് വിൽ ബി ചാർജ്ഡ് ഫോർ ദ എൻറ്റയർ എമൗണ്ട് ഓഫ് ലോൺ. എന്താ പറയുന്നത്? ഇൻട്രസ്റ്റ് പേ എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നതെന്നാ പറയുന്നത്? നമ്മൾ എടുത്ത മൊത്തം എമൗണ്ടിനായിരിക്കും, ആ ഫുൾ എമൗണ്ടിനായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത് അല്ലെ. ചില കേസുകളിൽ ഇപ്പം ഇൻട്രസ്റ്റ് എന്താ പറയുന്നത്, ആ നമ്മൾ വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് ഇല്ലേ, ലോൺ എടുത്ത എമൗണ്ട് അല്ല, വിഡ്രോ ചെയ്യുന്ന ആ അക്കൗണ്ടിൽ നിന്ന് എത്രയാണോ നമ്മൾ വിഡ്രോ ചെയ്യുന്നത് ആ എമൗണ്ടിന് മാത്രമേ ഇൻട്രസ്റ്റ് വരാറുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഇൻട്രസ്റ്റ് വിൽ ബി ചാർജ്ഡ് ഫോർ ദ എൻറ്റയർ എമൗണ്ട് ഓഫ് ലോൺ. ഈ കേസിൽ എൻറ്റയർ എമൗണ്ടിന് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. The loan amount together with the interest will be repaid either on maturity or in installment as per the agreement. എന്താ പറയുന്നത്? ഒന്നെങ്കിൽ നമ്മൾ ഇത് റീപേ ചെയ്യില്ലേ, ലോൺ എന്ത് ചെയ്യണം, റീപേ ചെയ്യണം അല്ലെ. അങ്ങനെ റീപേ ചെയ്യുന്ന ഒന്നെങ്കിൽ മെച്യൂരിറ്റി പീരിയഡിലേക്ക് എന്ത് ചെയ്യാം, മൊത്തം എമൗണ്ട് ആയിട്ട് റീപേ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് ബേസിസിലായിരിക്കും പേയ്മെന്റ് അടക്കുക. അത് എഗ്രിമെന്റിൽ എന്താണോ ഉള്ളത്, ലോണിന് ഒരു എഗ്രിമെന്റ് ഉണ്ടാവും, ആ എഗ്രിമെന്റിൽ എങ്ങനെയാണുള്ളത് ആ പറഞ്ഞിരിക്കുന്ന പോലെ ആയിരിക്കും ചെയ്യുക. ഒന്നെങ്കിൽ മെച്യൂരിറ്റി പീരീഡിൽ ഫുൾ എമൗണ്ട് അടച്ചു തീർക്കും, അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് ബേസിസിലായിരിക്കും മാസാമാസം എമൗണ്ട് പിടിക്കുക. ഓക്കെ. ഇനി ബ്രിഡ്ജ് ലോൺ ആണ്. ഇപ്പൊ ടേം ലോൺ എന്താന്ന് വെച്ചാൽ ഒരു സ്പെസിഫിക് പീരീഡിലേക്ക് വേണ്ടിയിട്ടാണ് എന്തെടുക്കുക, ടേം ലോൺ എടുക്കുക അല്ലെ. ഇനി ബ്രിഡ്ജ് ലോൺ എന്ന് പറഞ്ഞാല് ഇമ്പോർട്ടന്റ് ആണ്. ബ്രിഡ്ജ് ലോണിന്റെ മറ്റ് പേരുകൾ പഠിച്ചു നോക്കുക. സ്വിംഗ് ലോണ്, ഗ്യാപ് ലോണ്, അതുപോലെ തന്നെ ഇന്ററിം ഫിനാൻസ് എന്നൊക്കെയാണ് പേര്. ഇതിൽ PYQല് വന്നിട്ടുണ്ട് ഇന്ററിം ഫിനാൻസ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ കേട്ടോ. ബ്രിഡ്ജ് ലോണിന്റെ മറ്റൊരു പേര് എന്തെന്ന് വെച്ചിട്ട് കുറച്ച് പേരുകൾ തന്നു, അതിന്റെ കൂടെ ഇന്ററിം ഫിനാൻസും ഉണ്ടായിരുന്നു. അപ്പം ആൻസർ എന്താ വരിക, ഇന്ററിം ഫിനാൻസ് എന്നുള്ളതാണ് ആൻസർ വരിക കേട്ടോ. ഇറ്റ് ഈസ് എ ഷോർട്ട് ടൈം ടെമ്പററി ഫോം ഓഫ് ഫിനാൻസിങ് ഫോർ ആൻ ഇൻഡിവിജ്വൽ ബിസിനസ് ഫേം. എന്താ പറയുന്നത്, ഒരു ഷോർട്ട് ടൈം ലോൺ ആണെന്ന് പറയുന്നത്. ടെമ്പററി ഫോം ഓഫ് ഫിനാൻസിങ്, ടെമ്പററി ആണ്, പെർമനന്റ് അല്ല. ടെമ്പററി ഫോം ഓഫ് ഫിനാൻസിങ് ഫോർ ആൻ ഇൻഡിവിജ്വൽ ബിസിനസ് ഫേം. ഒരു ബിസിനസ് ഫേമിന് വേണ്ടി കൊടുക്കുന്ന എന്താ പറയുന്നത്, ടെമ്പററി ഫോം ഓഫ് ഫിനാൻസിങ് എന്നാണ് പറയുന്നത്. ദ പർപ്പസ് ഈസ് ദാറ്റ് ഫോർ an immediate flow of capital in time of unexpected or urgent financial needs while the processing of sanctioning a term loan is in progression. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്, നമ്മൾ ബ്രിഡ്ജ് ലോൺ എന്ന് പറഞ്ഞാൽ എന്താന്നാ പറയുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഒരു ലോൺ അപ്ലൈ ചെയ്തു, ആ ലോൺ അപ്ലൈ ചെയ്ത ടൈമിൽ എന്ത് ചെയ്യും, ലോണൊക്കെ പ്രോസസ്സായി വരണേ കുറെ ടൈം എടുക്കില്ലേ, അതിന്റെ നടപടികളൊക്കെ തീർന്ന് നമുക്ക് കയ്യിലേക്ക് എമൗണ്ട് കിട്ടാൻ ടൈം എടുക്കും അല്ലെ. ആ ഒരു ടൈമിൽ നമുക്ക് എന്ത് ചെയ്തു, പെട്ടെന്ന് അർജന്റ് ആയിട്ട് ഒരു ഫിനാൻഷ്യൽ നീഡ് വന്നെന്നിരിക്കട്ടെ, അപ്പൊ നമുക്ക് ഫണ്ടിന് ആവശ്യം വരും അല്ലെ. അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമുക്ക് പെട്ടെന്ന് ഒരു എമൗണ്ട് വേണമെങ്കിൽ ആ ടൈമിൽ യൂസ് ചെയ്യുന്ന ലോണാണ് ബ്രിഡ്ജ് ലോൺ. നമുക്ക് ഓൾറെഡി ഒരു ലോൺ പ്രോസസ്സിങ്ങിലായിരിക്കും, ആ ടൈമിൽ തന്നെ, ആ പ്രോസസ്സിങ് ആയ ടൈമിൽ തന്നെ നമ്മൾ എടുക്കുന്ന ലോണാണ്, അർജന്റ് ആയിട്ട് എടുക്കുന്ന ലോണിനെയാണ് ബ്രിഡ്ജ് ലോൺ എന്ന് പറയാം. ഇമ്മീഡിയറ്റ് ഫ്ലോ ഓഫ് ക്യാപിറ്റൽ ഇൻ ടൈം ഓഫ് അൺഎക്സ്പെക്ടഡ് ഓർ അർജന്റ് ഫിനാൻഷ്യൽ നീഡ്. അപ്പൊ നമ്മൾ അർജന്റ് ഫിനാൻഷ്യൽ നീഡ്സിൽ എടുക്കുന്ന ലോണിനെയാണ് ബ്രിഡ്ജ് ലോൺ എന്ന് പറയാം. ഓക്കെ. ഇനി എ ബ്രിഡ്ജ് ലോൺ ഇസ് എ ഷോർട്ട് ടൈം ലോൺ. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇതൊരു ഷോർട്ട് ടൈം ലോൺ ആണ്. ഗിവൺ ഫോർ എ പീരിയഡ് ഓഫ് 2 weeks to 12 months. എന്താ പറയുന്നത്, 2 ആഴ്ച മുതൽ 12 മാസം വരെയാണ് ഇതിന്റെ പീരിയഡ്. ഷോർട്ട് പീരിയഡ് ആണെന്ന് പറഞ്ഞു, 2 ആഴ്ച മുതൽ 12 മാസം വരെയാണ് ബ്രിഡ്ജ് ലോണിന്റെ പീരിയഡ് വരുന്നത്. ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ് ആൻഡ് ബാങ്ക് ചാർജ് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും, ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ. കാരണം ഇതിന് ലോണിന്റെ അത്ര പ്രോസസ് ഒന്നും എടുക്കുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ ബ്രിഡ്ജ് ലോണിന് എന്ത് ചെയ്യാണ്, ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും, ഇത് എക്സ്പെൻസീവ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു, ബ്രിഡ്ജ് ലോണിന്റെ മറ്റു പേരുകൾ എന്തൊക്കെയാണ്, സ്വിംഗ് ലോണ്, ഗ്യാപ് ലോണ്, ഇന്ററിം ഫിനാൻസ് എന്നുള്ള പേരുകളിലൊക്കെയാണ് അറിയപ്പെടുന്നത്. ഇതൊരു ടെമ്പററി ഫോം ഓഫ് ഫിനാൻസിങ് ആണ്, അതുപോലെ തന്നെ ഷോർട്ട് ടൈം ലോൺ ആണ്. ഇപ്പൊ നമുക്ക് അർജന്റ് ഫിനാൻഷ്യൽ നീഡ് ആവശ്യമുള്ളപ്പം എടുക്കുന്ന ലോണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബ്രിഡ്ജ് ലോൺ എന്ന് പറയാം. ഇത് 2 weeks to 12 months ആണ് വരുന്നത്. ഓക്കെ. അടുത്തത് ഓവർ ഡ്രാഫ്റ്റ് ആണ് കേട്ടോ. ഓവർ ഡ്രാഫ്റ്റ് is the facility available to current account holders to withdraw more than their current account
ബാലൻസ്. എന്താ പറയുന്നത്? ഓവർ ഡ്രാഫ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ കറണ്ട് അക്കൗണ്ട് ഉള്ള ആളുകൾക്കാണ് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കറണ്ട് അക്കൗണ്ടിൽ ഇപ്പോൾ ഒരു 1,00,000 രൂപ ഉണ്ടെന്ന് വിചാരിക്കാം. നമുക്ക് ഒരു 1,50,000 രൂപ ആവശ്യം ഉണ്ടായിരുന്നു എന്നും വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കൂടുതൽ എമൗണ്ട് വിഡ്രോ ചെയ്യാം. ബാങ്ക് അതിന് അനുവാദം തരുന്നുണ്ട്. കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സിന് അവരുടെ ഉള്ള അക്കൗണ്ട് ബാലൻസിനെക്കാട്ടിലും കൂടുതൽ എമൗണ്ട് വിഡ്രോ ചെയ്യാനുള്ള ആ ഒരു ആം, എന്താ പറയാ അവകാശത്തെ, അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയാം. ആ ഒരു ഫെസിലിറ്റീനെയാണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയാം. അപ്പൊ ഒന്നുകൂടെ വായിക്കാം. ഓവർ ഡ്രാഫ്റ്റ് ഈസ് ദ ഫെസിലിറ്റി അവൈലബിൾ ടു കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സ് ടു വിഡ്രോ മോർ ദാൻ ദെയർ അക്കൗണ്ട് ബാലൻസ്. കണ്ടോ, അക്കൗണ്ട് ബാലൻസിനെക്കാട്ടിലും കൂടുതൽ വിഡ്രോ ചെയ്യാൻ പറ്റും. ആർക്ക്? കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സിന് മാത്രമുള്ള ഫെസിലിറ്റി ആണ് കേട്ടോ ഇത്. ബാക്കിയുള്ള ഒരു അക്കൗണ്ടിനും ഇങ്ങനെ ഒരു ഫെസിലിറ്റി കിട്ടുന്നില്ല. നമ്മൾ ഓൾറെഡി കറണ്ട് അക്കൗണ്ടിനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഉണ്ടെന്ന് പഠിച്ചിരുന്നു. ഇനി ഇറ്റ് ഈസ് എ ടെമ്പററി ഫിനാൻഷ്യൽ അറേഞ്ച്മെന്റ്. ഇതെന്താണ് പറയുന്നത്? ഒരു ടെമ്പററി ഫിനാൻഷ്യൽ അറേഞ്ച്മെന്റ് ആയിട്ടാണ് പറയുന്നത്. അണ്ടർ വിച്ച് എ കറണ്ട് അക്കൗണ്ട് ഹോൾഡർ ഈസ് പെർമിറ്റഡ് ബൈ ദ ബാങ്ക് ടു വിഡ്രോ മോർ ദാൻ ദ എമൗണ്ട് സ്റ്റാൻഡ് ടു ഇറ്റ്സ് ക്രെഡിറ്റ്. എന്താ പറയുന്നത്? അത് തന്നെ, നമ്മുടെ അക്കൗണ്ടിൽ ഉള്ളതിനേക്കാളും കൂടുതൽ എമൗണ്ട് പിൻവലിക്കാനുള്ള പെർമിഷൻ കിട്ടുന്നുണ്ട് ബാങ്ക് കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. The depositors are allowed to withdraw money more than their deposits to meet their seasonal requirements of extra money. The current account holders can draw money at a limit as agreed between the banker and account holder. നമുക്ക് എന്ന് വെച്ച് അക്കൗണ്ട് ബാലൻസിൽ ഉള്ളതിനേക്കാളും എത്ര കൂടുതൽ എമൗണ്ട് വേണമെങ്കിൽ വിഡ്രോ ചെയ്യാന്ന് അതിന് മീനിങ് ഇല്ല. കുറേ എമൗണ്ട് ഒന്നും വിഡ്രോ ചെയ്യാൻ പറ്റില്ല. അതൊരു എഗ്രീഡ്, എന്താ പറയാ, ഒരു ലിമിറ്റ് ഉണ്ടാവും. ആ ലിമിറ്റ് എന്ത് ചെയ്യും? ബാങ്കറും അക്കൗണ്ട് ഹോൾഡറും തമ്മിൽ എന്ത് ചെയ്യും? ബാങ്കർ തീരുമാനിക്കും എത്ര എമൗണ്ട് വിഡ്രോ ചെയ്യണം എന്നുള്ള. അക്കൗണ്ട് ഹോൾഡറും രണ്ടുപേരും കൂടെ തീരുമാനിച്ചിട്ടാണ് എന്ത് ചെയ്യുക, എഗ്രി ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇതിന് പെർമിഷൻ കൊടുക്കുള്ളൂ. ഓക്കെ, ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി കേട്ടോ. Interest is charged only for the amount withdrawn and not for the full amount sanctioned. കണ്ടോ, ഇവിടെ എന്താ പറയുന്നത്? നമ്മള് ടേം ലോണിലല്ലേ, സോറി, ടേം ലോണിലല്ലേ പഠിച്ചേ? ടേം ലോണിൽ എന്താ പഠിച്ചേ? ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുക ഫുൾ എമൗണ്ടിനായിരിക്കും ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാന്ന് പഠിച്ചു. പക്ഷെ ഇവിടെ എന്താ പറയുന്നത്? ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത് എത്ര എമൗണ്ട് ആണോ നമ്മൾ വിഡ്രോ ചെയ്തേ ആ ഒരു എമൗണ്ടിന് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നുള്ളൂ. നമ്മൾ എത്രയാണ് നമുക്ക് എമൗണ്ട് സാങ്ഷൻ ആയേ ആ ഫുൾ എമൗണ്ടിന് ഇൻട്രസ്റ്റ് ചാർജ് ആവുന്നില്ല. എത്ര എമൗണ്ട് നമ്മൾ വിഡ്രോ ചെയ്തോ അതിനെ മാത്രമേ ചാർജ് ചെയ്യുന്നുള്ളൂ ഇൻട്രസ്റ്റ് എന്നാണ് പറയുന്നത്. ഫോർ ദിസ് ബാങ്ക് ചാർജ് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതുകൊണ്ട് തന്നെ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി അല്ലേ, അപ്പം എന്ത് ചെയ്യും? ബാങ്ക് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് ഓവർ ഡ്രാഫ്റ്റിന്റെ അഡ്വാൻറ്റേജസ് എന്ന് നോക്കാം കേട്ടോ. ദ പ്രൊസീജിയർ ഇൻവോൾവ് ഇൻ ദ സാങ്ഷനിങ് ഓഫ് ഓവർ ഡ്രാഫ്റ്റ് ഈസ് ക്വയറ്റ് സിമ്പിൾ. ഇതിന്റെ പ്രൊസീജിയർ ഭയങ്കര സിമ്പിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. ദ റീപേയ്മെന്റ് ഓഫ് ആൻ ഓവർ ഡ്രാഫ്റ്റ് ഈസ് ഗ്യാരണ്ടീഡ് സിൻസ് ഇറ്റ് ഈസ് സാങ്ഷൻഡ് ഓൺലി ടു ദ existing current account holders who are well known to the bank. എന്താ പറയുന്നത്? റീപേയ്മെന്റ് ഇവർക്ക് ഗ്യാരണ്ടി ആണ്. കാരണം എന്താ വെച്ചാൽ ഇവർ കസ്റ്റമേഴ്സിന് മാത്രമേ എന്ത് കൊടുക്കുള്ളൂ, ഓവർ ഡ്രാഫ്റ്റ് കൊടുക്കുള്ളൂ. കറണ്ട് അക്കൗണ്ട് ഉള്ള ആളുകൾക്ക് മാത്രമേ ഓവർ ഡ്രാഫ്റ്റ് കൊടുക്കുള്ളൂ എന്ന് പഠിച്ചു. അതുകൊണ്ട് തന്നെ അതിന് അവിടുത്തെ ഒരു കസ്റ്റമർ ആയതുകൊണ്ട് തന്നെ ഇപ്പം ഈ എക്സിസ്റ്റിംഗ് കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സിന് മാത്രമേ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ റീപേയ്മെന്റ് ഗ്യാരണ്ടി ആണെന്നാണ് പറയുന്നത്. ദിസ് സ്കീം ഈസ് beneficial to customers since they are required to pay interest only on the amount withdrawn. എന്താ പറയുന്നത്? എത്ര എമൗണ്ട് ആണ് നമ്മൾ വിഡ്രോ ചെയ്ത് അതിന് മാത്രമല്ലേ ഇൻട്രസ്റ്റ് ആവുന്നുള്ളൂ. സാധാരണ ടൈം ലോണിനൊക്കെ ആണെങ്കിൽ ഫുൾ എമൗണ്ടിന് ഇൻട്രസ്റ്റ് വരും എന്ന് പറഞ്ഞു. അപ്പൊ ഇതൊരു ഗുണമുള്ള കാര്യമല്ലേ, നമ്മൾ ആവശ്യമുള്ള എമൗണ്ടിന് മാത്രം ഇൻട്രസ്റ്റ് വരിക എന്നുള്ളത്. അപ്പൊ ഇത് സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയർ ആയിരിക്കും. റീപേയ്മെന്റ് ഗ്യാരണ്ടീഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത് എത്ര എമൗണ്ട് ആണ് നമ്മൾ വിഡ്രോ ചെയ്ത് അതിന് മാത്രമേ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നുള്ളൂ. ഇനി ലോണും ഓവർ ഡ്രാഫ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പം ലോൺ എന്ന് പറഞ്ഞാൽ എന്താ? എ ലോൺ മേ ബി ഗ്രാൻഡഡ് ടു എനി ടൈപ്പ് ഓഫ് അക്കൗണ്ട് ഹോൾഡർ. ഏത് ടൈപ്പിലുള്ള ഫിക്സഡ് അക്കൗണ്ട്, സേവിങ്സ് അക്കൗണ്ട്, ഇങ്ങനെയുള്ള അക്കൗണ്ടിൽ നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? അക്കൗണ്ട് ഹോൾഡർക്ക് നമ്മൾ ലോൺ കൊടുക്കുന്നുണ്ട് അല്ലെ.
ഇനി ഓവർഡ്രാഫ്റ്റിന്റെ കേസിൽ അങ്ങനെയല്ല. കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സിന് മാത്രമേ നമ്മൾ എന്ത് കൊടുക്കുന്നുള്ളൂ, ഓവർഡ്രാഫ്റ്റ് കൊടുക്കുന്നുള്ളൂ എന്നാണ് പറയുന്നത്. എ ന്യൂ ലോൺ അക്കൗണ്ട് ഈസ് ടു ബി ഓപ്പൺഡ്. ആ കേസിൽ എന്താ പറയുന്നത്, ലോണിന്റെ കേസിൽ നമ്മൾ പുതിയൊരു ലോൺ അക്കൗണ്ട് തുടങ്ങും, എന്നിട്ട് അതിലേക്കായിരിക്കും എമൗണ്ട് ഒക്കെ ഇടുന്നത്. പക്ഷെ ഓവർഡ്രാഫ്റ്റിന്റെ കേസിൽ ഈ കറണ്ട് അക്കൗണ്ട് എക്സിസ്റ്റിംഗ് കറണ്ട് അക്കൗണ്ട് തന്നെയാണ്. ആൻ എക്സിസ്റ്റിംഗ് കറണ്ട് അക്കൗണ്ട് ഈസ് സഫിഷ്യന്റ് ടു ഗെറ്റ് ഓവർഡ്രാഫ്റ്റ്. ഓക്കെ. എ ലോൺ ഈസ് പെർമനന്റ് ഫിനാൻഷ്യൽ അക്കോമഡേഷൻ. എന്താ പഠിച്ചേ, ലോൺ എന്ന് പറഞ്ഞാല് പെർമനന്റ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ അക്കോമഡേഷൻ ആണ്. ഓവർഡ്രാഫ്റ്റ് ഈസ് എ ടെമ്പററി ഫിനാൻഷ്യൽ അക്കോമഡേഷൻ. ടെമ്പററി ആയിട്ടുള്ള ഫിനാൻഷ്യൽ അക്കോമഡേഷൻ ആണ് എന്ത്, ഓവർഡ്രാഫ്റ്റ്. ഇനി ഇൻട്രസ്റ്റ് ഈസ് ചാർജ്ഡ് ഓൺ ദ ബോൾ എമൗണ്ട്. നമ്മൾ ഓൾറെഡി പഠിച്ചു, മുഴുവൻ എമൗണ്ടിനും ബോൾ എമൗണ്ടിനായിരിക്കും ലോണിന്റെ കേസിൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുക. എന്നാൽ ഓവർഡ്രാഫ്റ്റിന്റെ കേസിൽ നമ്മൾ എത്രയാണോ വിഡ്രോ ചെയ്തത് അല്ലെ, ഇൻട്രസ്റ്റ് ഈസ് ചാർജ്ഡ് ഓൺ ദ എമൗണ്ട് ആക്ച്വലി വിഡ്രോൺ ബൈ ദ ബോറോവർ എത്രയാണോ വിഡ്രോ ചെയ്ത് അതിന് മാത്രമേ ഇൻട്രസ്റ്റ് പിടിക്കുള്ളൂ. ഇനി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് വെരി ലോ ഫോർ ലോൺസ് വെൻ കമ്പയർഡ് ടു ഓവർഡ്രാഫ്റ്റ്. ഓവർഡ്രാഫ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ലോ ആയിരിക്കും. പക്ഷെ ഈ കേസിൽ ഓവർഡ്രാഫ്റ്റിന്റെ കേസിൽ ഹൈ ആയിരിക്കും കേട്ടോ ഇൻട്രസ്റ്റ്. ഇൻ ദ കേസ് ഓഫ് ഓവർഡ്രാഫ്റ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഹൈ. ഇനി ലോൺ ഈസ് സേഫർ ടു ദ ബാങ്കർ. ബാങ്കർക്ക് സേഫ് ആയിട്ടുള്ള ലോൺ ആണ്. കാരണം അതിനെന്താ, ലോൺ എന്തുകൊണ്ടാ സേഫർ ആണെന്ന് പറയാൻ കാരണം, സെക്യൂരിറ്റി ഒക്കെ വെച്ചിട്ടായിരിക്കും അല്ലെ നമ്മൾ ലോൺ കൊടുക്കുന്നത്. ഓവർഡ്രാഫ്റ്റോ, നമ്മൾ കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സിന് മോർ ദാൻ എമൗണ്ട് അക്കൗണ്ടിലുള്ളതിനെക്കാട്ടിലും മോർ ദാൻ എമൗണ്ട് കൊടുക്കുന്നതല്ലേ ഓവർഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അത് ലെസ് സേഫ് ആണെന്നാണ് പറയുന്നത്. ഓവർഡ്രാഫ്റ്റ് ഈസ് ലെസ് സേഫ് ടു ദ ബാങ്കർ. കോസ്റ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഈസ് റിലേറ്റീവ്ലി ലോ ഫോർ ലോൺസ്. കോസ്റ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ലോണിന്റെ കോസ്റ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ലോ ആയിരിക്കും. പക്ഷെ ഓവർഡ്രാഫ്റ്റിന്റെ കേസിൽ കോസ്റ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഹൈ ആയിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ഇനി കുറച്ചും കൂടെ ഉണ്ട്. എന്താ, ലോണിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോൺസ് ഏതൊക്കെയാന്നുള്ളത്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി എടുക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.